ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ബ്രെയിൻസ് നരുക്കുനി പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ കുട്ടികൾക്ക് അനുമോദിച്ചു. അനുമോദന പരിപാടി നരുക്കുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജൌഹർ പൂമംഗലം ഉദ്ഘാടനം ചെയ്തു. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ 102 വിദ്യാർത്ഥികളെ ബ്രെയിൻസ് നരുക്കുനി അനുമോദിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം നരുക്കുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജൌഹർ പൂമംഗലം നിർവഹിച്ചു. കൃത്യമായ പഠന വഴികൾ ഏറെ മുമ്പ് തന്നെ ഈ സ്ഥാപനത്തെ നോക്കിക്കാണുന്ന വ്യക്തിയാണ്. എൻ്റെ നാട്ടിലാണ് ഈ സ്ഥാപനം ആദ്യമായി ഉണ്ടായിരുന്നത്. കുട്ടികളോട് ഇത്രയേറെ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്രൂരതയാണ്. പക്ഷേ റിസൾട്ട് വരുമ്പോൾ അത് വാത്സല്യമായി മാറുന്ന അവസ്ഥയുണ്ടാവാറുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ കുട്ടികൾ IP രാജേഷ്, സർജാസ് കുനിയിൽ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ബ്രെയിൻസ് രക്ഷാധികാരി V ബാബു അധ്യക്ഷനായിരുന്നു. സുനിൽ കുമാർ, സലാം, VC മനോജ് കുമാർ, V ഇല്യാസ്, അബ്ദുൾ സലാം തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. വർണ്ണാഭമായി ബാപ്പുജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രവേശനോത്സവം പാട്ടും കളികളുമായി കുഞ്ഞുങ്ങൾ ആദ്യ ദിനം സ്കൂളിലേക്കെത്തി. വർണ്ണ ബലൂണുകളും മിഠായിയും അധ്യാപകർ കുട്ടികൾക്ക് നൽകി. പന്തീരാങ്കാവ് ബാപ്പുജി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ഓൾ കേരള മാനേജ്മെന്റ് സ്കൂൾ അസോസിയേഷൻ പ്രസിഡന്റ് M ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് ബാപ്പുജി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കി. PTA പ്രസിഡന്റ് വിജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് ഷീല, റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ നളിനാക്ഷൻ, അധ്യാപികമാരായ സരിത, തുഷാര, സ്റ്റാഫ് സെക്രട്ടറി അസ്മ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സന ഫൗണ്ടേഷൻ അവാർഡ് ദാനവും സ്മരണയും സംഘടിപ്പിച്ചു. സനയുടെ ഓർമ്മയ്ക്കായി പരിസ്ഥിതി ദിനത്തിൽ മെഡിക്കൽ കോളേജ് റഹ്മാനിയ സ്കൂളിൽ ഓർമ്മത്തൈ നട്ടു. പരിപാടികൾ സ്കൂൾ പ്രിൻസിപ്പൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് റഹ്മാനിയ സ്കൂളിലെ 1ാം വർഷ VHSC വിദ്യാർത്ഥിയായിരുന്ന സന ഫത്തീനിന്റെ സ്മരണയ്ക്കായി രൂപീകരിച്ച സന ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ റഹ്മാനിയ സ്കൂളിൽ സ്മരണ, അവാർഡ് ദാനം, ഓർമ്മത്തൈ നടൽ എന്നിവ സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഗഫൂർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സജീവ് സാർ അത് കഴിഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ നിങ്ങളുടെ സ്കൂളിലെ കുട്ടികളെ കണ്ടു, ഞാൻ സനയോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിച്ചു, അല്ല സാറേ, നിങ്ങൾക്ക് എവിടുന്നാണ് ഇങ്ങനെയുള്ള കുട്ടികളെ കിട്ടുന്നത്? അത് ചോദിക്കാൻ കാരണമുണ്ട്. എന്റെ 8 വർഷത്തെ സ്റ്റേറ്റ് എക്സ്പോയിലും നമ്മുടെ ചില മിടുക്കുകളായ കുട്ടികളും പങ്കെടുത്തത് ഈ സജീവ് സാർ കണ്ടിട്ടുണ്ട്. അധ്യാപകരായ അമീൻ, റജീന എന്നിവർ ഓർമ്മകൾ പങ്കുവച്ചു. ചടങ്ങിൽ ഷറഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സന ഫൗണ്ടേഷന്റെ വിവിധ അവാർഡുകൾ കുട്ടിയുടെ രക്ഷിതാക്കളായ സൈനബ ടീച്ചറും സിദ്ദിഖ് മാസ്റ്ററും ചേർന്ന് നൽകി. സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങളും വിദ്യാർത്ഥികൾക്ക് പച്ചക്കറി വിത്തുകളും വിതരണം ചെയ്തു. സന രചിച്ച കവിതകൾ സഹപാഠിയായ ഹൃദ്യ പാരായണം ചെയ്തു. മോഹനം മനോഹരമീ ജീവിതം, വിസ്മയം വിനോദമീ പ്രകൃതി. മോഹനം മനോഹരമീ ജീവിതം, വിസ്മയം വിനോദമീ പ്രകൃതി. സഹപാഠികളായ ജസ ഫാത്തിമ, ഹിബ ഫാത്തിമ എന്നിവർ സനയുടെ ഓർമ്മകൾ പങ്കുവച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
വാർത്തകൾ ചുരുക്കത്തിൽ. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. CPIM ഫറൂഖ് ലോ